സംസ്ഥാന സ്കൂൾ കരാട്ടെ മത്സരങ്ങളിൽ ആറ്റിങ്ങൽ കരാട്ടെ ടീം മികച്ച നേട്ടങ്ങൾ കൊയ്തെടുത്തു. 65ാമത് സ്കൂൾ കായികമേളയോടനുബന്ധിച്ച് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ആകെയുള്ള 24 ഇനങ്ങളിൽ 11 എണ്ണത്തിലും മെഡൽ നേടി ആറ്റിങ്ങൽ കരാട്ടെ ടീം അംഗങ്ങൾ. മികച്ച പ്രകടനം കാഴ്ചവെച്ച് മത്സരത്തിൽ 7 സ്വർണവും 4 വെങ്കലവുമാണ് തിരുവനന്തപുരം ജില്ല കരസ്ഥമാക്കി ഓവറോൾ ചാമ്പ്യന്മാരായത്. ആറ്റിങ്ങലിലും സമീപ പ്രദേശങ്ങളിലും കൂടാതെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലായി 35ഓളം ബ്രാഞ്ചുകളാണ് ആറ്റിങ്ങൽ കരാട്ടെ ടീമിന്റെ നേതൃത്വത്തിൽ കരാട്ടെ പരിശീലനം നടത്തിവരുന്നത്. മുഖ്യ പരിശീലകൻ സമ്പത്ത് വിയുടെ നേതൃത്വത്തിൽ 20ഓളം പരിശീലകരാണ് ആറ്റിങ്ങൽ കരാട്ടെ ടീമിൽ പരിശീലനം നൽകുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന സ്കൂൾ ഗെയിംസിൻ്റെ 65ാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസിൻ്റെ ഭാഗമായിട്ടുള്ള കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് 7 സ്വർണവും 4 വെങ്കലവും ഉൾപ്പെടെ 14 മെഡലുകൾ ആറ്റിങ്ങൽ കരാട്ടെ ടീമിലെ താരങ്ങൾ നേടുകയുണ്ട്. ആ ഒരു മെഡൽ നേട്ടത്തിൻ്റെ പിന്തുണയോടുകൂടി തിരുവനന്തപുരം ജില്ലയാണ് മറ്റ് ജില്ലകളെ ബഹുദൂരം പിന്നിലാക്കി ഓവറോൾ ചാമ്പ്യൻസാണ്. അത് മാത്രമല്ല, ഈ സ്കൂൾ ഗെയിംസിൽ 24 ഇനങ്ങളാണുള്ളത്. ആ 24 ഇനങ്ങളിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി 14 ഇനങ്ങളിലും മത്സരിച്ചത് ആറ്റിങ്ങൽ കരാട്ടെ ടീം താരങ്ങളാണ്. അതിൽ 11 ഇനങ്ങളിലും ആറ്റിങ്ങൽ കരാട്ടെ ടീം താരങ്ങൾ മെഡൽ നേടുകയുണ്ടായി. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്രയും വലിയൊരു മെഡൽ നേട്ടം നമ്മുടെ ഈ ആറ്റിങ്ങിൽ നിന്ന്, കരാട്ടെ എന്ന് പറയുന്നൊരു കായിക ഇനത്തിൽ കേരളത്തിലൊട്ടാകെ നോക്കുമ്പോൾ ഇത്രയധികം മെഡൽ നേട്ടം നമ്മുടെ ഈ ആറ്റിങ്ങൽ പരിസര പ്രദേശങ്ങളിൽ മാത്രം കരാട്ടെ ക്ലാസ് നടത്തുന്ന ഈ ആറ്റിങ്ങൽ കരാട്ടെ ടീമിന് ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിക്കാൻ തീരുമാനിച്ചത്. ശാരീരിക മികവിനേക്കാൾ കൂടുതൽ ഒരു ബുദ്ധിയും ഈ ബ്രെയിൻ മികവും വേണ്ട കരാട്ടെ പോലെ ഉള്ള ഇനങ്ങളെ പോലെ അല്ല അത്ലറ്റിക്സോ മറ്റ് ഇനങ്ങളൊക്കെ. അതിലൊക്കെ കായിക ശേഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഇവൻറ്റുകളിൽ ഒരു 12 വയസ്സുകാരൻ ഒരു അണ്ടർ 19 വിഭാഗത്തിൽ മത്സരിച്ചാൽ യാതൊരു കാര്യവും ഉണ്ടാകത്തില്ല. അപ്പോൾ
ഈ കരാത്തയിൽ വളരെയധികം പ്രചാരമുള്ള കരാത്തയിൽ ഈ അണ്ടർ-19 മാത്രമായിട്ട് നിലനിൽക്കുന്നത് വളരെ ഈ കരാട്ടെ കായിക താരങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബുദ്ധിമുട്ട് ആണ്. അതാണ് മറ്റൊരു കാര്യം ഇതിൽ അറിയിക്കാനുള്ളത്. കായിക മേഖലയിലേക്ക് വരുന്ന കുട്ടികൾ ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് വളരെ കുറവായിരിക്കും. അങ്ങനെ ഒരു അക്രമാസക്തമായിട്ടുള്ള കാര്യത്തിൽ പോവുകയോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ വിപത്തായി മാറുകയോ ചെയ്യുന്ന കുട്ടികൾ സ്പോർട്സ് താരങ്ങളിൽ നിന്ന് കുറവായിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് കരാട്ടെ പോലെയുള്ളൊരു ആയോധന കല അഭ്യസിക്കുന്നവർക്കായിരിക്കും. പക്ഷെ അതിന് തക്ക രീതിയിലുള്ളൊരു പ്രൊമോഷൻ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഉണ്ടാവുന്നില്ല, നമ്മുടെ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം തന്നെ സ്റ്റേറ്റ് അസോസിയേഷൻ്റെ മത്സരം കഴിഞ്ഞതിൽ ജില്ലയാണ് ഓവറോൾ നേടിയിരിക്കുന്നത്. ജില്ല ഓവറോൾ നേടിയെന്ന് പറയുന്ന ആറ്റിങ്ങൽ കരാട്ടെ ടീം എന്ന് പറയുന്ന അതിൻ്റെ ചിറകിലേറിയാണ്. അത്ര വലിയ ഒരു ഇപ്പം 24 മെഡലിൽ 11 മെഡലോളം 24 ഇവൻറ്റുകളിൽ 7 മെഡൽ 7 ഗോൾഡ് നമുക്കുള്ളതാണ്. അത് ഒരു വലിയ അച്ചീവ്മെൻ്റാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂൾ ഗെയിംസ് നടന്നതല്ലേ, വലിയ അച്ചീവ്മെൻ്റാണ് ആറ്റിങ്ങൽ കരാട്ടെ ടീമിന്. അതിന് തക്ക രീതിക്കുള്ളൊരു സംവിധാനം അല്ലെങ്കിൽ ആ ഒരു പബ്ലിസിറ്റി നമുക്കതിൽ ലഭിക്കുന്നില്ല. നമുക്കെന്ന് മാത്രമല്ല കരാട്ടെ മേഖലയ്ക്കും കുറവാണ്. എന്നാൽ തീർത്തും ഇത്തരം കാലിൽ വളരെയധികം കീഴോട്ട് നിൽക്കുന്ന, അതായത് ഈ മേഖലയുമായിട്ട് ഒരു ശാസ്ത്രീയപരമായിട്ടോ അല്ലെങ്കിൽ ഒരു സാങ്കേതികപരമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ നിയമപരമായിട്ടോ പോകുന്ന അല്ലാത്ത ഒരുപാട് പേരെ ഈ തരത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടും. കായിക ശേഷിയുള്ള കുട്ടികൾ വഴിതെറ്റിപ്പോകാതെ അവരുടെ കായിക ശേഷിയെ അർത്ഥവത്തായി ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയും അവരെ സമീപ ഭാവിയിലേക്ക് നയിക്കുന്നതിനും ആറ്റിങ്ങൽ കരാട്ടെ ടീം സർക്കാർ സ്കൂളുകളിൽ സൗജന്യ കരാട്ടെ പരിശീലന പരിപാടികളും സംഘടിപ്പിച്ചു വരുന്നു. ന്യൂസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് We are Eurofare Education Overseas Consultants. Also, we provide IELTS and spoken English classes for our clients. For more details, contact us. Eurofare Education Overseas Attingel. അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.